PSC പരീക്ഷകളിൽ ഒന്നാം റാങ്ക് വാങ്ങുക എന്നുള്ള ലെഗസി സഹകാരി റേസ് പ്ലസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഒന്നാം റാങ്ക് ഹോൾഡർ ആയിട്ടുള്ളത് സഹകാരി റേസ് പ്ലസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹൃദ്യ രാജനാണ്. അതുപോലെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇതിന്റെ മൂന്നാം റാങ്ക് അഖിൽ JS സ്വന്തമാക്കി എന്നുള്ളതാണ്. എന്തായാലും എല്ലാ പ്രാവശ്യത്തെയും പോലുള്ള സക്സസ് സ്റ്റോറി ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ കാരണം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ മാർക്ക് അടിസ്ഥാനത്തിൽ ഹൃദ്യ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൃദ്യയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഹൃദ്യ ഈ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്യുന്ന, അതുപോലെ നിങ്ങൾക്ക് വലിയൊരു മോട്ടിവേഷൻ ആകുന്ന ആ ഒരു വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് റാങ്ക് ലിസ്റ്റുകളിൽ പ്രധാനമായിട്ടും തിരുവനന്തപുരം ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ഹൃദ്യയെ സംബന്ധിച്ച് ഹൃദ്യ മൂന്നാം റാങ്ക് ആയിരുന്നു. അതിന് കാരണം സ്പോർട്സ് കോട്ടയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർക്കുള്ള റാങ്കിന്റെ വ്യത്യാസമായിരുന്നു. പക്ഷേ അത് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഡിഗ്രി ലെവലായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നപ്പോഴത്തേക്ക് ഹൃദ്യ ഫസ്റ്റ് റാങ്ക് തന്നെ അടിച്ചെടുത്തിരിക്കുകയാണ്. ഹൃദ്യയുടെ പോലെ തന്നെ സഹകാരിയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള അഖിൽ JS ആണ് മൂന്നാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അഖിലിന്റെയും എക്സ്പീരിയൻസ് നമ്മൾ അന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന തരത്തിലൊരു അനുഭവം തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് 1ഉം 3ഉം റാങ്ക് മാത്രമല്ല ബാക്കി സഹകാരി റേസ് പ്ലസിന്റെ ചുണക്കുട്ടികൾ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുപോലെ ആദ്യ റാങ്കുകളിലേക്ക് വന്നിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് എല്ലാം ഉടൻ തന്നെ വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മനോഹരമായിട്ട് പഠിക്കുക. എല്ലാവരും നിങ്ങളുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക.